നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 5, 2026 വ്യാഴം. അങ്ങനെ കൃത്യം ഒരാഴ്ചകൾക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അവസാനമായി കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. തുടർന്ന് വെള്ളിയാഴ്ച നേരിയ നഷ്ടത്തോടുകൂടിയും തുടർന്ന് തിങ്കൾ ബുധൻ ദിനങ്ങളിൽ അതിശക്തമായ നഷ്ടത്തോടുകൂടിയും ഇന്ത്യൻ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് ഈ നേട്ടം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള 100 തരത്തിലുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴും എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിച്ചതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഡീസന്റ് ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. കൂടാതെ 24,529 എന്ന ലെവലിൽ ഇന്ന് നിഫ്റ്റിക്ക് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. ഇന്നത്തെ മാർക്കറ്റിന്റെ ഭൂരിഭാഗം സമയത്തും മാർക്കറ്റ് നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരത്തിൽ തുടർന്നതെങ്കിലും ഉച്ചതിരിഞ്ഞ് 2:20 ഇന്നത്തെ ഡേ ലോയിൽ നിന്നും അരമണിക്കൂറുകൾ കൊണ്ട് 2:50 ആയപ്പോഴേക്കും 300-ലേറെ പോയിന്റുകളുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 24,854 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തുടർന്ന് കുറച്ച് പോയിന്റുകൾ ചോർന്നു പോയെങ്കിൽ കൂടിയിട്ടും 285 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 24,765 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 899 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 300 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ഇന്ന് 2002 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി, അതേസമയം 951 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയും ഉണ്ടായുള്ളൂ. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇന്ന് മാർക്കറ്റിന് ശക്തിയാർജിക്കുവാൻ സാധിച്ചെങ്കിലും നിഫ്റ്റി IT പുറകോട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതേസമയം തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിലെ അതിശക്തമായ നഷ്ടത്തിന് ശേഷം ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിന് 1.5% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി, കൂടാതെ ഇന്ന് ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളെക്കാളും മികച്ച പ്രകടനം ബോർഡർ മാർക്കറ്റ്സുകൾക്കും കൈവരിക്കുവാൻ സാധിച്ചു. തൽഫലമായി നിഫ്റ്റി സ്മോൾ ക്യാപ്പിനും മിഡ് ക്യാപ്പിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഹിൻഡാൽകോ, കോൾ ഇന്ത്യ, BEL തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ടെക് മഹീന്ദ്ര, ഇറ്റേണൽ, HDFC ലൈഫ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. 1,401.84 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചതിനെ തുടർന്ന് രാംകെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇൻട്രാഡേ ബേസിസിൽ ഇന്ന് 11% നേട്ടവും കൈവരിക്കുവാനായി. മിഡിൽ ഈസ്റ്റ് ടെൻഷൻസിനെ തുടർന്ന് ഇന്നും ഇന്ത്യൻ ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഉയർച്ചയും അനുഭവപ്പെട്ടു. കൂടാതെ ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ സെബിയുടെ ഭാഗത്ത് നിന്നും BSEക്ക് സെൻസെക്സ് നെക്സ്റ്റ് 30 ഇൻഡെക്സിന്റെ ഡെറിവേറ്റീവുകൾ ആരംഭിക്കുവാൻ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് BSEയുടെ സ്റ്റോക്ക് പ്രൈസിലും 5% ഉയർച്ച ഇൻട്രാഡേ ബേസിസിലും കൈവരിക്കുവാൻ സാധിച്ചു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അവസാന മണിക്കൂറിലാണെങ്കിൽ കൂടിയിട്ടും അതിശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിലെ ഇടിവിനെ തുടർന്ന് 4% ഇടിവ് നേരിട്ടിരുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന് ഇന്ന് 3% നേട്ടം കൈവരിക്കുവാനും സാധിച്ചു, ക്ലോസിംഗ് ബേസിസിൽ മാത്രം. നിലവിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച ഓയിൽ റിഫൈനിങ്ങിന്റെ മാർജിനിലും വർധനവുണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നതിനാൽ തന്നെ അത് റിലയൻസിന് ഗുണകരമാവുകയും ചെയ്തു. ഇതിനു പുറമെ തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് 4% ഇടിവ് അനുഭവപ്പെട്ട സ്റ്റോക്കില് അതിശക്തമായ വാല്യൂ ബൈയിങ്ങും ഉടലെടുക്കുകയുണ്ടായി. ഇതിനു പുറമെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും HDFC ബാങ്കിന്റെ സ്റ്റോക്കുകളിലും അതിശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റും പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് മികച്ച ഒരു കറക്ഷൻ നേരിട്ട ഇന്ത്യൻ മാർക്കറ്റിൽ ഉടലെടുത്ത വാല്യൂ ബൈയിങ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് തിരിയുവാൻ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്നലെ നമ്മൾ US മാർക്കറ്റിൽ കണ്ടിരുന്നു, പ്രതീക്ഷിച്ചതിലും മികച്ച എംപ്ലോയ്മെന്റ് ഡേറ്റ വന്നതിനെ തുടർന്ന് S&P 500നും നാസ്ഡാക്കിനും തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിലെ അതിശക്തമായ നഷ്ടത്തിന് ശേഷം S&P 500ന് 0.25%, നാസ്ഡാക്കിന് 1.25% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതും, കൂടാതെ ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിനും ഏഷ്യൻ മാർക്കറ്റ് എല്ലാ വിപണികൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുവാനും അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവായിട്ട് മാറിയതും തിങ്കൾ ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് 50% ഉയർച്ച രേഖപ്പെടുത്തിയിരുന്ന ഇന്ത്യ വിക്സ് ഇന്ന് 15% ഇടിവ് ക്ലോസിംഗ് ബേസിസിൽ മാത്രം രേഖപ്പെടുത്തുകയും ഉണ്ടായി. കൂടാതെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവൽ തന്നെയായിരുന്നു ഇന്ന് ഇന്ത്യ വിക്സിന്റെ ഓപ്പണിംഗ് ലെവലും. 21.14 എന്ന ലെവലിന് അപ്പുറത്തേക്ക് ഇന്ന് ഇന്ത്യ വിക്സ് ചലിക്കുകയും ഉണ്ടായില്ല. മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനടി തന്നെ ഇന്ത്യ വിക്സും തകർന്ന കാഴ്ചയും കാണുവാനായിട്ടും സാധിച്ചു. തൽഫലമായി 17.85 എന്ന ലെവലിലേക്കും ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയതും തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് ഏകദേശം 1.5 രൂപയിലേറെ നഷ്ടം നേരിടേണ്ടി വന്ന ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് മാത്രമല്ല ഇന്നലെ വീണ്ടും 92 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ലോയും ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ
എന്നാൽ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് 46 പൈസയുടെ നേട്ടത്തോടുകൂടി ഒരു $നെതിരെ 91.59 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതും ഇന്ത്യൻ മാർക്കറ്റിന്റെ നേട്ടത്തിന് ആവേശം പകരുകയും ഉണ്ടായി. ഇതിനെല്ലാം പുറമെ മുൻപ് കണ്ട പോലെ തന്നെ തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിലെ 6% ഇടിവ് നേരിടേണ്ടി വന്ന ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയ്ക്ക് ഇന്ന് റിലയൻസ്, ONGC, ഓയിൽ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഉടലെടുത്ത അതിശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് 2% നേട്ടവും കൈവരിക്കുവാനുമായി. നേരിയ പോയിന്റുകൾ ചോർന്നു പോയെങ്കിലും ക്ലോസിംഗ് ബേസിസിൽ 1.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ അനുഭവപ്പെട്ട ശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റും നമ്മുടെ മാർക്കറ്റിന്റെ മുന്നോട്ടുള്ള പ്രയാണം ത്വരിതപ്പെടുത്തുന്നതിലും കാരണമായി തന്നെ മാറുകയും ചെയ്തു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് അതിശക്തമായ ഒരു നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. നിലവിൽ യുദ്ധത്തിന് യാതൊരു അയവും വരാത്ത ഒരു സാഹചര്യമായതിനാൽ തന്നെ എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നാളെയാണെങ്കിലും മാത്രമല്ല തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ മാർക്കറ്റിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് പെട്ടെന്ന് ട്രിഗർ ആവുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ വളരെ വലിയ രീതിയിൽ കൊളാപ്സ് ആക്കുവാനും സാധ്യതകൾ ഏറെയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിനുള്ള സമീപനം വളരെ കരുതലോടുകൂടി തന്നെ വേണം ഇനിയുള്ള ദിവസങ്ങളിലും കൊണ്ടു നടക്കുവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നേരിയ നഷ്ടത്തോടു കൂടിയിട്ട് 54 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ 3 യൂറോപ്യൻ മാർക്കറ്റ്സുകളും 0.5% നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൊറിയൻ മാർക്കറ്റിന് ഇന്നലെ നഷ്ടപ്പെട്ടു പോയ ഭൂരിഭാഗം പോയിന്റുകളും ഒരു പരിധിവരെ ഇന്ന് തിരിച്ചു പിടിക്കുവാനും സാധിച്ചു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ രാവിലത്തെ സ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗോൾഡിന്റെ വിലയിലും അതേസമയം നേരെ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $82.69 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $76.23 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $5153.72 പെർ ഔൺസ് എന്ന നിലയിലായിട്ടും വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ബാറ്റ ഇന്ത്യ 3 വർഷത്തിനുള്ളിൽ ഡിജിറ്റൽ വിപണിയിൽ നിന്ന് 25% വരുമാനമാണ് കമ്പനി ലക്ഷ്യമിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. മാർക്കോ ലൈൻസ് പേവ്ടെക് 439.75 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. മസഗോണ്ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, തൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസിൽ നിന്ന് 6 ജർമ്മൻ അന്തർവാഹിനികൾക്കായുള്ള 99,000 കോടി രൂപയുടെ കരാർ ഇന്ത്യൻ നേവി അന്തിമമാക്കാൻ ഒരുങ്ങുന്നു. ഇത് മുംബൈയിൽ മസ്ഗോണ്ടോക്ക് നിർമ്മിക്കുകയും ചെയ്യും. സിൽവർ ടച്ച് ടെക്നോളജീസ് ഒഡീഷ്യ ഗവൺമെന്റിൽ നിന്നും CM കിസാൻ ടെക് പോർട്ടൽ അഗ്രിടെക് പ്രൊജക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഗ്രേഡ്സിന്റെയും മെയിന്റനൻസിന്റെയും കൂടാതെ സപ്പോർട്ടിന്റെയും ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഹിന്ദുസ്ഥാൻ യൂണിലിവർ വെൽബീയിങ് ന്യൂട്രീഷനിലെ 19.8% വരുന്ന ഓഹരികൾ 307 കോടി രൂപയ്ക്ക് കമ്പനി വിറ്റു. ആർത്തി ഇൻഡസ്ട്രീസ് ആഗോള കെമിക്കൽ സ്ഥാപനവുമായുള്ള എക്സ്ക്ലൂസീവ് വിതരണ കരാർ കമ്പനി വിപുലീകരിക്കുന്നു. 2 വർഷത്തിനുള്ളിൽ ബാക്ക്വേർഡ് ഇന്റഗ്രേഷനായി 200 മുതൽ 250 കോടി രൂപയുടെ നിക്ഷേപം കമ്പനി ആസൂത്രണം ചെയ്യുന്നതുമുണ്ട്. പാട്ടീൽ ഓട്ടോമേഷൻ ഓട്ടോമേറ്റഡ് റോബോട്ടിക് ലൈനുകൾക്കായി 12.7 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.